ഓൾ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഐ ആം സൂപ്പർ എക്സൈറ്റഡ് ടു ഷെയർ ദിസ് എക്സ്പീരിയൻസ് വിത്ത് യു ഓൾ ബിക്കോസ് വി ആർ ഗോയിങ് ടു ഡബിൾ ട്രീ ഹോട്ടൽ ബൈ ഹിൽട്ടൺ. ഇന്ന് ഞങ്ങൾ നേരെ പോയത് ഡബിൾ ട്രീ ഹോട്ടലിലേക്കായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ ഓഫീസിൻ്റെ വകയായിട്ട് ഒരു നോട്ടൻ്റെ ഡീലറുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കൂടാനായിട്ടാണ് നമ്മൾ അവിടെ പോയത്. അതുമാത്രമല്ല, വലിയ ഹോട്ടൽസിലെ ഒരു ഹോട്ടലാണ് ഈ ഡബിൾ ട്രീ ഹോട്ടൽ. എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും ഈ ഹോട്ടലിനെ പറ്റി. അവിടെ എൻട്രി ചെയ്തപ്പോൾ തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളായിരുന്നു നമുക്ക് കാണാൻ പറ്റിയത്. അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അവിടുത്തെ നല്ല രസമായിരുന്നു. എൻട്രി ചെയ്ത് അകത്ത് കയറിയപ്പോഴൊക്കെ വളരെ ഭംഗിയായിരുന്നു കാണാൻ തന്നെ. അങ്ങനെ കൂടുതലൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, കാരണം മീറ്റിംഗ് അവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ മീറ്റിങ്ങിനായിട്ട് ചെന്നപ്പോൾ തന്നെ 2 പേർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ നമ്മുടെ ഫയൽസും പേനയും കാര്യങ്ങളും ഒക്കെ മീറ്റിങ്ങിന് വേണ്ടി തന്നു. അതിനുശേഷം നമ്മൾ ഹോളിലേക്ക് എൻട്രി ചെയ്തു. അവിടെ ചെന്നിരുന്ന് കുറേ നേരം മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തു. ആ ടൈമിൽ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേഴ്സിംഗ് ഒക്കെ പഠിച്ച സമയത്ത് കോൺഫറൻസ് ഹാളിൽ മീറ്റിംഗ് ഒക്കെ കൂടുന്ന ഒരു ഇതായിരുന്നു. പിന്നാണെങ്കിൽ അവിടെ ടേബിളിൻ്റെ പുറത്ത് പേനകളും അതും ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഈ പേന എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പേപ്പർ പെൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അതിനുശേഷം അവരുടെ കുറേ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. ഒരു ഗ്രൈൻഡിങ് വീൽ ലോഞ്ചിങ് ആയിരുന്നു. ആ ലോഞ്ചിങ്ങും കാണിച്ചു. അതിനുശേഷം ക്വസ്റ്റ്യൻസും ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരമൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്ത് പോയി. പിന്നെ അവനെ കൊണ്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. നമ്മൾ പിന്നെ എപ്പോഴും ഈ കുഞ്ഞുങ്ങളുള്ളവർക്ക് അധികം നേരം ഇങ്ങനത്തെ മീറ്റിംഗ്സ് ആണെങ്കിൽ, അതായത് പള്ളിയിൽ പോയാലും കല്യാണത്തിന് പോയാലും അധികം നേരമൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ ബഹളം ഉണ്ടാക്കും. പിന്നെ അവനെ കുറച്ച് നേരം പേനയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഞാനിങ്ങനെ അടക്കിയിരുത്തി. അപ്പോഴത്തേക്കിന് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡിന് വേണ്ടി ഞാൻ വെളിയിൽ വന്നു. അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടേഴ്സും പിന്നെ നമ്മുടെ മെയിൻ ഫുഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. വെജ് ആയിരുന്നു. പക്ഷേ അവരുടെ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഫുഡായിരുന്നു, ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ മെയിൻ ഫുഡൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കഴിച്ചതിന് ശേഷം ഈ ഒരു കാര്യം ഞാൻ കാണിക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈ നിറയെ സമ്മാനം കിട്ടിയതെന്ന് പറഞ്ഞതുപോലെ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ അതിന് കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ആൻസർ കൊടുത്തപ്പോൾ കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. പിന്നെ അവരുടെ കുറേ റിട്ടേൺ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ഇത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും മോനെ വന്ന് കുറേ പേരെ എടുത്തുകൊണ്ട് പോയിട്ട് കളിപ്പിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴത്തേക്കിനും നമ്മൾ ബാക്കിയുള്ള പാക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം അവിടുന്ന് ഇറങ്ങി. നമ്മൾ ഹോട്ടലിൽ നിന്ന് കുറേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മീറ്റിംഗ് കുറേ ടൈം ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വന്നില്ല. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് ഇവാനിയെ ഈ ഗിഫ്റ്റെല്ലാം പൊട്ടിക്കാനുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ ഇതൊക്കെ പൊട്ടിച്ചേച്ച് കാണിച്ചേച്ച് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.